السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. اللهم صل وسلم على رسولك سيدنا ومولانا മുഹമ്മദ്. പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിലൂടെ ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ പറ്റുന്നതും ലഭിച്ചതുമായ അനുഭവ സംഭവങ്ങളിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവ സംഭവ കഥ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇന്നും ഇൻഷാ അല്ലാഹ് സമാനമായ ഒരു സംഭവമാണ് നിങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നത്. മഹാനായ അല്ലാമ അലവി ഇബ്നു അലിയുൽ ഐദറൂസ് റഹ്മത്തുള്ളാഹി അലൈഹി അഹിസാ എന്ന പ്രദേശത്ത് താമസിക്കുന്ന ഒരു മഹാനാണ്. മഹാനവറുകൾ പറയുന്നുണ്ട്, അഹിസാ എന്ന നാട്ടിൽ നിന്ന് ഞങ്ങൾ ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെട്ടു. ഞങ്ങൾക്ക് കടന്നു പോകാനുള്ള വഴികൾ അത്ര സുഖകരമായ വഴികൾ ആയിരുന്നില്ല. പേടിക്കപ്പെടേണ്ടതും ഭയപ്പെടേണ്ടതുമായ വഴികളിലൂടെയാണ് ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കൊള്ള സംഘങ്ങൾ ഞങ്ങളുടെ നേരെ വരികയാണ്. അവർ ഒരുപാട് ആളുകളുണ്ട്, വലിയ ഒരു സംഘമാണ്. അവർ ഒന്നിച്ചുകൊണ്ട് ഞങ്ങളെ നേരിടാനും വേണ്ടി വരുന്നു. ഫലമ്മാ റഅയ്നാഹും, അവരെ കണ്ട മാത്രയിൽ, കണ്ട മുറക്ക് തന്നെ ഈ മഹാൻ പറയുകയാണ്, അലവി ഇബ്നു അലിയുൽ ഐദറൂസ് എന്ന മഹാൻ പറയുന്നു, ഈ കൊള്ള സംഘത്തിനെ ഞങ്ങൾ കണ്ട ഉടൻ തന്നെ ശറഅനാ ഫി റാത്തീബ്, ഞങ്ങൾ ഹദ്ദാദ് റാത്തീബ് പാരായണം ചെയ്യാൻ തുടങ്ങി. ഹദ്ദാദ് റാത്തീബ് കൂട്ടമായി ചൊല്ലാൻ തുടങ്ങി. ശത്രുവിനെ മുന്നിൽ കണ്ട സമയത്ത് പ്രതിരോധത്തിൻ്റെ ആയുധമായി ഈ മഹാനും തൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകളും സ്വീകരിച്ചത് ഹദ്ദാദ് റാത്തീബാൻ. എന്നിട്ട് പറയുന്നു, ഫനജ്ജാനല്ലാഹു വഖല്ലസനാ മിൻഹും, ആ വലിയ കൊള്ള സംഘത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തുകയുണ്ടായി. ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവർ ഞങ്ങളെ നോക്കുന്നുണ്ട്. വനഹ്നു നൻളുറുഹും, ഞങ്ങൾ അവരെയും നോക്കുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഞങ്ങളെ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ 40 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ ആ ഒട്ടക സംഘങ്ങളും അവരുടെ മുന്നിലൂടെ ഒരു പരിക്കും ഏൽക്കാതെ, ഒരു പ്രയാസത്തിലും അകപ്പെടാതെ കടന്നുപോയി. നേരെ മറിച്ച് ഞങ്ങളുടെ പിന്നിൽ മറ്റൊരു സംഘം ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ അത്ര കൂടുതൽ ആളുകൾ ഇല്ലാത്തവരാണ്. അങ്ങനെ അവരെയും അവരുടെ കൂടെയുണ്ടായിരുന്ന വസ്തുക്കളെയും ഈ കൊള്ള സംഘം പിടികൂടുകയും പിടിച്ചെടുക്കുകയും ചെയ്തു. ഞങ്ങൾ ഈ ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയത് കാരണം അവരിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹദ്ദാദ് റാത്തീബിൽ നിന്ന് ലഭിച്ച ഒരു അനുഭവ യാഥാർത്ഥ്യ സംഭവമാണ് ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദ്ദാദിൻ്റെ ബറക്കത്ത് കൊണ്ടും അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ ബറക്കത്ത് കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയും സൂക്ഷ്മതയും ദിക്റുകളോടുള്ള ബന്ധവും അടുപ്പവും മരണം വരെ നിലനിർത്തിത്തരുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.